അന്വേഷണ പുരോഗതി കൂടി അറിയേണ്ടതുണ്ട്. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സിജോ, തുടർ നടപടികളിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കടന്നിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഒരു വിഷയത്തിൽ ഒരു അല്പമെങ്കിലും ഒരു വ്യക്തത വരണമെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൂട്ടാളികളെയും മുമ്പുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ചോദ്യം ചെയ്യൽ നടപടികളിലേക്കൊക്കെ ഉടൻ തന്നെ അന്വേഷണ സംഘം കടക്കുമെന്ന് കരുതാമോ? ജയിലിലേക്ക് വൈകാതെ തന്നെ കടക്കും. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് അല്ലെങ്കിൽ നാളെയോടുകൂടി അതുണ്ടാവും എന്നാണ് കരുതുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത്. ഇതിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള രേഖകൾ അതൊക്കെ വിളിച്ചു വരുത്തി കണ്ടെത്തി പരിശോധിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ചെന്നൈയിലെത്തി സ്മാർട്ട് ക്രിയേഷൻസിൽ ഉൾപ്പെടെ ഇതിന്റെ രേഖകൾ പരിശോധിച്ചിരിക്കുന്നത്. ഇതിന്റെ സിഇഒയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് മറ്റ് പല സ്ഥലങ്ങളിലേക്കും ഇതിന്റെ അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിരിക്കുന്നത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത് ബാംഗ്ലൂരിൽ ആദ്യം എത്തിക്കുന്നു. അതിനുശേഷം ഇത് ഹൈദരാബാദിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ ഒരു സ്വർണ്ണപ്പണി ചെയ്യുന്ന ഒരു കടയുടെ ഉടമ നാഗേഷിന്റെ അടുത്തോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ വെച്ച് ഇത് ഉരുക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഉള്ളത്. അപ്പോൾ അക്കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അത്തരം വിവരങ്ങൾ മുഴുവൻ തേടുകയാണ്. അതിനുശേഷമാണ് ഇതിനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. ആദ്യഘട്ടം എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തന്നെയായിരിക്കും മൊഴി രേഖപ്പെടുത്തുക, ചോദ്യം ചെയ്യുക. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നത്. അതും കഴിഞ്ഞ ശേഷമാണ് ബോർഡ് അംഗങ്ങളിലേക്ക് ഇതിന്റെ അന്വേഷണം എത്തുകയും ചെയ്യുക. എന്തായാലും ഓരോ ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഒക്കെ പങ്ക് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇത് ഇവിടെ നിന്ന് സ്പോൺസർഷിപ്പ് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥർ ഓരോ ഉദ്യോഗസ്ഥരും പ്രതിപ്പട്ടികയിലുള്ള ഓരോ ഉദ്യോഗസ്ഥരും ഇതിനു വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തത വരുത്തിയതിനു ശേഷം ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അധികം വൈകില്ല, ഉടൻ തന്നെ ഇതിന്റെ നടപടികൾ ഉണ്ടാകുകയും ചെയ്യും. SITയുടെ അന്വേഷണം സിജോയിലേക്ക് വരാം. ഇപ്പോൾ നന്ദുഷ കൂടി തുടരുന്നുണ്ട്. നന്ദുഷ, ദേവസ്വം ബോർഡിന്റെ യോഗം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ചും ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിൽ 2019 ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിലേക്ക് വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ ദേവസ്വം ബോർഡിന്റെ യോഗം. സ്വാഭാവികമായും വലിയ പ്രതിരോധത്തിൽ, വലിയ ഡിഫൻസിൽ ദേവസ്വം ബോർഡ് നിൽക്കെ ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ എന്തെല്ലാം പ്രധാനപ്പെട്ട നടപടികളിലേക്ക് ദേവസ്വം ബോർഡ് കടക്കാൻ സാധ്യതയുണ്ട്? അതിപ്പോൾ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാറിനെതിരെയുള്ള നടപടി മാത്രമായിരിക്കും, അതല്ല കൂടുതൽ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? സൈഫു, 2019 ദേവസ്വം ബോർഡ് ഭരണസമിതി ആകെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഈ ഒരു സംഭവത്തിൽ കേവലം 2 ഉദ്യോഗസ്ഥരെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ മുഖരക്ഷിക്കാനാകില്ല എന്ന ബോധം ദേവസ്വം ബോർഡിന് കൃത്യമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ സർവീസിൽ ഇല്ലാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി ഉറപ്പാക്കിക്കൊണ്ട് 2019 ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന അംഗങ്ങൾക്കാർക്കെങ്കിലും ഈ അഴിമതിയിൽ, ഈ വലിയ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടും ഒക്കെയുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും ഇന്ന് നടക്കുക. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് അവരുടെ മുഖം രക്ഷിക്കാനുള്ള ഏറ്റവും സുപ്രധാനമായ മീറ്റിംഗ് ആയിരിക്കും ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള ആരെയും സംരക്ഷിച്ചു നിർത്താതെ അല്ലെങ്കിൽ ആർക്കൊപ്പം ആരുടെയും പക്ഷം പിടിക്കാതെയുള്ള ഒരു പ്രതികരണമാകും ഈ മീറ്റിംഗിന് ശേഷം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അതോടൊപ്പം ഈ 2 FIRകളിലായി പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളിൽ ഇപ്പോൾ 2 പേർ മാത്രമായിരുന്നു സർവീസിലുണ്ടായിരുന്നത്. ആ 2 പേർക്കെതിരെ നടപടിയെടുക്കാൻ ദേവസ്വം ബോർഡിന് കഴിയും. മാത്രമല്ല, ഈ പിരിഞ്ഞു പോയ ആളുകൾക്കെതിരെ ഏത് നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. ഈ കാര്യങ്ങൾ കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേരുന്നത്. അതുകൊണ്ട് തന്നെ നിയമോപദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയമോപദേശം തേടാനുള്ള നടപടികൾ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് സ്വീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. മറ്റൊരു കാര്യം, സർക്കാരിൻ്റെ കൃത്യമായ നിർദ്ദേശം തന്നെയുണ്ട് ഈ വിഷയത്തിൽ. ആരെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ വിശ്വാസികൾക്കുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു തീരുമാനങ്ങൾ ദേവസ്വം ബോർഡിൽ നിന്നുണ്ടാകണം എന്നുള്ളൊരു കാര്യം സർക്കാരിൽ നിന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്തിരിക്കുന്ന സമയമാണ്. അതോടൊപ്പം ദേവസ്വം ബോർഡിനെതിരെ നിരവധി ആരോപണങ്ങൾ പല ക്ഷേത്രങ്ങളിലെയും സ്വർണ്ണ വെള്ളി ഉരുപ്പടി ഉൾപ്പെടെ കാണാതെ പോയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു പുത്തൻ രീതിയിൽ ദേവസ്വം മാനുവൽ കൃത്യമായി നടപ്പാക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ ഇനി കാലഘട്ടത്തിനനുസൃതമായ എന്തെങ്കിലും മാറ്റങ്ങൾ മാനുവലിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ ഉൾപ്പെടെ അങ്ങനെയുള്ള പരിഷ്കരണങ്ങൾ ഉൾപ്പെടെ ഉറപ്പാക്കാനുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും ഇന്ന് ചേരുന്നത്. അല്ലെങ്കിൽ അത്തരം പരിഷ്കരണങ്ങൾക്കുള്ള തുടക്കമായിരിക്കും ഈ മീറ്റിംഗ്. കേവലം ഒരു സ്വർണ്ണപ്പാളി വിവാദം ചർച്ച ചെയ്യുക എന്നതിനുപരിയായി ഇനി ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ദേവസ്വം അംഗങ്ങളോ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ
ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു ക്രമക്കേടോ അഴിമതിയോ ഉണ്ടാകരുത് എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തി തന്നെയാകും ഇന്നത്തെ ദേവസ്വം ബോർഡ് മീറ്റിംഗ് അവസാനിപ്പിക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും യോഗം 10 മണിക്കാണ് ചേരുന്നത്. യോഗം തീർന്ന ശേഷം കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. ശരി, സിജോ വിജോൺ കൂടി തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈദരാബാദിലെത്തി പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും നിർണായക വിവരങ്ങൾ ആ പരിശോധനയിൽ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ SITക്ക് ലഭ്യമാവുന്നുണ്ട്. ഇത് ഹൈദരാബാദിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. കാരണം ആ വിജിലൻസ് റിപ്പോർട്ടിൽ നിന്നും നമ്മൾ അത് കാണുകയും ചെയ്തിരുന്നു. ഇപ്പോൾ SITയുടെ മുന്നിലുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഇത് സ്വർണ്ണപ്പാളികൾ ഇവിടെ എത്തിച്ചതിന് ശേഷം ഉരുക്കി അത് മാറ്റി അതിനുശേഷം മറ്റൊരു പാളിയാണോ ഇവിടെ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അക്കാര്യത്തിൽ തന്നെ ഒരു കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസും പറയുകയും ചെയ്യുന്നത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കി നടക്കുകയും ചെയ്യുന്നത്. അതിനിടെ പുറത്തു വരുന്ന ചില വിവരങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുപോയിരിക്കുന്ന ഹൈദരാബാദിലേക്ക് എത്തിച്ചിരിക്കുന്ന സ്വർണ്ണപ്പണി നടക്കുന്ന സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം എന്ന് പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് സിഒയുടെ സ്ഥാപനം തന്നെയാണെന്നുള്ള ചില സൂചനകൾ ലഭ്യമാവുന്നുണ്ട്. അതായത് ഇവിടെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അറിവോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ സ്വർണം ഹൈദരാബാദിൽ എത്തിച്ചിരിക്കുന്നത്. അവിടെ എത്തിച്ച് അവിടെ നിന്ന് ഇത് ഉരുക്കുന്നു. അതിൽ കൃത്യമായി ഈ പങ്കജ് ഭണ്ഡാരിക്ക് അറിവുണ്ടായിരുന്നു എന്നുള്ളൊരു സൂചനകൾ ലഭ്യമാവേണ്ടതുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമാണ്, ആ വിവരങ്ങൾ കൃത്യമാണ് എന്നുണ്ടെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസും ഈ സ്വർണം ഒരുക്കിയതിൽ കൃത്യമായ വിവരങ്ങളുണ്ട്, പങ്കുകളുണ്ട് എന്നുള്ളൊരു സൂചന ലഭ്യമാവുന്നുണ്ട്. എന്തായാലും കൂടുതൽ പരിശോധനകളിലൂടെ മാത്രമേ ഇക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. എവിടെയാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള സംശയമാണ് ഇപ്പോഴും വലിയ രീതിയിൽ നിലനിൽക്കുകയും ചെയ്യുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്നത് പോലെ UB ഗ്രൂപ്പ് പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ സ്വർണ്ണപ്പാളിയിൽ 1.5 കിലോയോളം സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് അവിടെ എത്തി, സ്മാർട്ട് ക്രിയേഷനിലെത്തി ഉരുക്കുന്ന സമയത്ത് അവിടെ 577 ഗ്രാം മാത്രമേ ഉള്ളൂ. ഏകദേശം 1 കിലോയോളം അടുത്ത സ്വർണത്തിന്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് ആദ്യം പറയുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായി ഇത്തരത്തിൽ അട്ടിമറി പോകുന്ന വഴിക്ക് നടന്നിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് ഹൈദരാബാദിൽ വെച്ചാണോ അതോ ഇനി സ്മാർട്ട് ക്രിയേഷനിൽ കൊണ്ടുപോയ സമയത്ത് അവിടെ വെച്ച് എന്തെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈദരാബാദും അതോടൊപ്പം തന്നെ ചെന്നൈ കേന്ദ്രീകരിച്ചും കൂടുതൽ അന്വേഷണം ഇപ്പോൾ SIT നടത്തുന്നത്.